തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരുകയും അങ്ങനെ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും ഒപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും ധനസഹായം അടക്കം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാവുകയാണ്. സുഗമമാക്കുന്നതിന് വേണ്ടി ഇന്നലെ കളക്ടർ തന്നെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടർ നൽകുന്ന പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സ്ഫോടനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോത് കണക്കാക്കി അടിയന്തരമായി കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അടിയന്തരമായിട്ടുള്ള സഹായം എന്ന സ്ഥിതിയിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 50 ലക്ഷം രൂപ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിനു പുറമെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രനായിരിക്കും ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ എന്നുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡെഡ് ബോഡികളെ ഡിസ്പോസൽ ചെയ്യാനും സാമ്പിളുകൾ DNA സാമ്പിളുകൾ കളക്ട് ചെയ്യാനും ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഒരു SOP അടിയന്തരമായി പുറത്തിറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോൾ മന്ത്രി K. രാജൻ സംസാരിക്കുന്നു. അതിനോടൊപ്പം മന്ത്രി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി അപകട സ്ഥലത്തെത്തിയത്. അദ്ദേഹവും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ശ്രീ ബിജു JD സെക്രട്ടറിയും എല്ലാവരും ഇവിടുത്തെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇവിടുത്തെ സംഭവം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ നൗ. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 persons ഡെഡാണ്. 5 പേരിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി നേരത്തെ അവർക്ക് പരിക്കില്ലാതെ. 2 പേർക്ക് പരിക്ക് കിട്ടിയതിന് ശേഷം അവർ കുറച്ച് സിറ്റുവേഷന് ശേഷം ദേ ഹാവ് ഗോൺ ബാക്ക് ടു ദർ ഹോംസ്. നൗ വി ഹാവ് ഫോംഡ് മേജർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹിയർ. 18 ടീംസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. ടു ടേക്ക് കെയർ ഓഫ് ദിസ് സൈറ്റ് ഹിയർ വി ഹാവ് one particular special team and another team has been formed under the for the investigation purpose. നമ്മുടെ ACP ക്രൈം ബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് വി ഹാവ് ടു ടേക്കൻ ദെയർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതാണ്. അതിന് ഇപ്പോൾ കൂടെ നമ്മൾ ബാക്കിയുള്ള സർവൈവേഴ്സായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രാക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ഒരു അസസ്മെൻറ്റ് വരാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് നമുക്ക് ആൾറെഡി ഫോറൻസിക് ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കടാവർ ടാക്സ് ഉപയോഗിച്ച് നമ്മൾ ബാക്കി ആരെങ്കിലും ഏതെങ്കിലും അവശേഷങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ ഫോറൻസിക് ടീം തെളിവുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് ബേസിസിലും പെസോയുടെ ഇൻവെസ്റ്റിഗേഷനും പോലീസ് ഇൻവെസ്റ്റിഗേഷനും ആയിട്ട് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നമ്മുടെ ശ്രമം അങ്ങനെയുണ്ട്. വി ഹാവ് റിക്വസ്റ്റഡ് ഞങ്ങളുടെ ടീംസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിൽ കൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. രക്ഷപ്പെട്ടവരടക്കമാണോ 34? അതെ, 34 പേര് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ചെയ്യപ്പെട്ടുന്നത്. ഇനി നമുക്കറിയാം അങ്ങനെ കണ്ടെത്താൻ ബാക്കിയുണ്ടോ? അത് ഇവർ നമ്മുടെ ഈ രക്ഷപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കുറച്ചിപ്പോൾ ദേ ആർ ഇൻ എ ലിറ്റിൽ ഷോക്ക്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ്. അതിലേക്ക് അതിൽ ആവശ്യം നമ്മൾ വിൽ കളക്ട് ദി ഡീറ്റെയിൽസ് ഫ്രം ദം. മോർ ഡീറ്റെയിൽസ് അവിടെ എടുക്കും. നമ്മൾ ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു കണക്ക് കിട്ടിയിട്ടുണ്ട്? അതിൻ്റെ അവരോട് സംസാരിക്കുകയാണ്. അത് കുറച്ച് പേർക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തെറ്റിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് മേ ബി ബൈ ആഫ്റ്റർനൂൺ വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. 34 എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത് അതിന് സ്ത്രീകളുടെ കാര്യത്തിന്
മൂന്ന് സ്ത്രീകളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തോ എക്സ്പ്ലോഷന്റെ റീസൺ എന്താണെന്നുള്ളത് അതിൻ്റെ ആയിട്ടില്ല. അതിന് നമ്മൾ ശ്രമം നടക്കുന്നുണ്ട്. ഫോറൻസിക് ടീം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വിദഗ്ധർ കൂടെ ചെയ്യാതെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് ഇവിടെ എല്ലാം അവർ ഓൾറെഡി നമ്മുടെ ടീംസ് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൗ ദേ ഹാവ് ഐഡന്റിഫൈഡ് ദാറ്റ് സേഫ് ദ പ്ലേസ് ഈസ് സേഫ് ദേ. അവിടെ റിമെയിൻസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ദാറ്റ്സ് വാട്ട് വി ഫീൽ. ഇവിടെയുള്ള പരിശോധന ഇന്ന് പൂർത്തിയാവുമോ ഈ പറയുന്ന? മോസ്റ്റ് ലൈക്ലി ഇന്നോ അല്ലെങ്കിൽ നാളത്തേക്ക് ഇത് ഇവിടുത്തെ പൂർണ്ണമായിട്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും അതുകൊണ്ട് തന്നെ കൂടുതൽ ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കടാബർ ടീംസ് എല്ലാം വെച്ചിട്ട് ഡോഗ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ വി വാണ്ട് ടു കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഹിയർ ബൈ ടുഡേ ഈവനിംഗ് ആൻഡ് എക്സ്പെക്ട് ടുമോറോ ആഫ്റ്റർനൂൺ. അവിടെയുള്ള വകുപ്പ് നിർവീര്യമാക്കിയിട്ടുണ്ടോ? ഇനി ഇവിടെ എന്തെങ്കിലും ത്രെട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പോഴത്തേക്കും. താങ്ക് യു. യെസ്, ഇപ്പോൾ പോലീസ് മേധാവിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ മറ്റു മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ തുടരുകയാണ്. PN വാസവന്റെ വാക്കുകൾ. അതിനനുസരിച്ചുള്ള ടീം, പ്ലാസ്റ്റിക് സർജന്മാർ, മറ്റ് വിദഗ്ധ ടീമുകൾ എല്ലാം തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ ഇന്നലെ നമ്മൾ കണ്ട ഒരു രംഗം, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഒരു മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യുന്ന രംഗത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിരുന്നത് എന്നത് എടുത്തു പറയുകയാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേ രൂപത്തിൽ പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന രംഗം കണ്ടു. രാത്രിയായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയും എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാ നിലയിലും ആരോഗ്യവകുപ്പ് കൃത്യമായി ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട്. 14 പേരായിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നു. അതിലൊരാൾ സ്വയം സ്വകാര്യ മേഖലയിൽ പോവുകയുണ്ടായി. ബാക്കി 13 പേരാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നത്. അത് 2-3 പേർക്ക് ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അവരെ IC കയറ്റേണ്ടി വന്നില്ല. 10 പേരായിരുന്നു നമ്മളിതിൽ IC കയറ്റിയത്. അത് ഇന്ന് ചില ആളുകളെ ICയിൽ നിന്ന് ഒഴിവാക്കി വാർഡിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ നല്ല സംരക്ഷണം ഉറപ്പായതുകൊണ്ടാണ് ഇന്നലെ കയറ്റിവരെ ഇന്ന് രാവിലെ നമുക്ക് വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നൊരു കാര്യം പരിക്കേറ്റവരെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. അതോടൊപ്പം നമുക്ക് ബഹുമാനപ്പെട്ട രാജമിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയുള്ളത് കൃത്യമായി രേഖ അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് നമുക്കറിയാം. ഒരു തൊഴിൽശാലയിൽ സൂക്ഷിക്കേണ്ട ആധികാരികമായ രേഖകളൊക്കെ തന്നെ കത്തിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് എത്ര പേർ അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നു, കത്തുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇന്നലെ നമുക്കെല്ലാം കിട്ടിയ വിവരമനുസരിച്ച് നമ്മൾ 13 പേര് എന്ന അനൗദ്യോഗികമായി ഒരു കണക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ കിടാവർ ഡോഗ് അടക്കം പരിശോധിക്കുമ്പോൾ ഒരു ബോഡി കൂടെ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ പാർട്സ് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബയോടെക്നോളജി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ വന്നിട്ട് പരിശോധിച്ചിട്ട് DNA ടെസ്റ്റ് നടത്തിയതിന് ശേഷം ബന്ധുക്കളെ കൂടി ബന്ധപ്പെട്ടായിരിക്കും തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം നടക്കുക. ഇന്നലെ 5 പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. 3 ബോഡി കൊണ്ടുപോയിരുന്നു, 2 എണ്ണം സൂക്ഷിച്ചിരിക്കുന്നു. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് പൊതു സാഹചര്യം. തുടർന്ന് ഇപ്പോൾ രാവിലെ തന്നെ സംഭവ സ്ഥലത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമുണ്ട്, അതോടൊപ്പം തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് നമ്മുടെ ഫോറൻസിക് ടീമുണ്ട്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ടീമുണ്ട്, അതെ പെസോ ഉണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീം അവിടെ കൃത്യമായി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടെത്താത്തതുകൊണ്ടോ. അതോടൊപ്പം തന്നെ അവിടെ ഒരു കുളമുണ്ട് തൊട്ടടുത്ത്, അവിടെ സ്കൂബ ടീം ഇറങ്ങി മുങ്ങിത്തപ്പൽ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശോധനകൾ പരിസര പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു ബോഡി അല്ലെ പാർട്സുകൾ കാണാതെ ഉണ്ടോ എന്നുള്ള പരിശോധിക്കുന്ന രൂപത്തിലേക്ക് കൃത്യമായി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം പൊതുവിൽ കാര്യങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന ക്യാബിനറ്റിലെ മന്ത്രിമാരെല്ലാം തന്നെ മിക്കവാറും പേർക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ അതിലിടപെട്ട് എല്ലാ കാര്യങ്ങളും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് വരാനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കാവുന്നൊരു ചോദ്യം, എങ്ങനെയാണ് ഇനി അടുത്ത പൂരം? അത് സംബന്ധിച്ച് അഡ്വാൻസായി പറയാനുള്ളത്, ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ആശയവിനിമയം നടത്തി നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ മീറ്റിങ്ങിന് അനുമതി നൽകാതിരുന്നുകൊണ്ടാണ് അവലോകന യോഗം മന്ത്രിമാരിടപെട്ട് നടത്താതിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട
ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിങ്ങിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം അക്കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പൊതുവിൽ നാട്ടിലുണ്ടായ ഒരു സംഭവം ഒരു മഹാദുരന്തമായി കണ്ട് വേർപെട്ടവരുടെ വേർപാടിൽ നമുക്കെല്ലാം ദുഃഖവും വേദനയുമുണ്ട്. അവരുടെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തി പൊതുവിലുണ്ടായ സംഭവത്തെ അത്തരത്തിൽ കണ്ട് ഇനി നാളുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ ചർച്ച ചെയ്യാനൊക്കെ പിന്നീടുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ എടുത്ത് ചർച്ച ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊക്കെ തിട്ടപ്പെടുത്താനുള്ള കാര്യങ്ങൾ സ്ഥാനത്തിൽ വീടുകളുടെ ഡാമേജുകൾ, സുരക്ഷാ ദൗത്യം പെട്ടെന്ന് ചില മതിലുകൾ പൊളിച്ചിട്ടുണ്ട്, ചില കണ്ടം നികത്തിയിട്ടുണ്ട്. ആ വളരെ പെട്ടെന്നുള്ള അവരുടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ളവർക്കും സ്ഫോടനത്തിൻ്റെ ഭാഗമായി നാശനഷ്ടം സംഭവിച്ചവർക്കും എല്ലാം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ ഈ ഉണ്ടായ മഹാദുരന്തത്തെ നമ്മളെല്ലാം ചേർന്ന് നമുക്ക് മറികടക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഈ തീരുമാനമൊന്നും വേർപെട്ടവരുടെ നഷ്ടത്തിന് പരിഹാരമല്ലെന്ന് നമുക്കറിയാം. എങ്കിലും അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ള വിധത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ആലോചിച്ചത് എന്നതാണ് പൊതുവെ സൂചിപ്പിക്കാൻ. അതല്ല, വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ പരിശോധന പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ എൻക്വയറി ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നയനയ പ്രകാരമുള്ള എൻക്വയറി സാധാരണ നിലയിൽ നടക്കും. അതിനും പുറത്താണ് ജുഡീഷ്യൽ അന്വേഷണം. അപ്പോൾ വിശദാംശങ്ങൾ കിട്ടാതെ ഒരു അഭിപ്രായം പറയുന്നത് ശരി. പലയിടങ്ങളിൽ നിന്നും ബന്ധപ്പെടുന്നുണ്ട്. എണ്ണം ടാലി ചെയ്ത് നോക്കിയിട്ടില്ല. അല്ലാതെ സൂചിപ്പിച്ചല്ലോ തീർച്ചയായും കഴിയുന്നവർ ഇന്നലെ IC 10 പേരുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് അതിൽ ചില ആളുകളെ IC നിന്ന് വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശ്വാസം കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. നമ്മുടെ ഇടപെടലുകൾ ഇനി IC കഴിയുന്നതും വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പാക്കാൻ സഹായിക്കുന്ന വിദഗ്ധ ടീമിനെ വിവിധ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇവിടെ വരുത്തി ഇവിടുത്തെ ആളുകളും ചേർന്ന് ഒരു ടീം വർക്ക് അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ സമയവും പരിശോധിച്ചതിന് ശേഷമുള്ള ബുള്ളറ്റിനുകൾ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.